നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. 100 ഗ്രാം കാന്താരി മുളകില് ഏകദേശം 242.5 മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ 100 ഗ്രാം ഓറഞ്ചില് ഏകദേശം 53.2 മില്ലിഗ്രാം മാത്രമേ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളൂ. അതായത് ഓറഞ്ചിനേക്കാളും 4 ഇരട്ടി വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് കാന്താരി മുളകിൽ തന്നെയാണ്. എന്നാൽ ഈ വിറ്റാമിൻ സി ലഭിക്കാനായിട്ട് കാന്താരി മുളക് എല്ലാം കൂടെ ചവച്ചരച്ച് കഴിച്ചാല് കുറെ വർഷങ്ങൾക്ക് മുൻപ് കൊളസ്ട്രോൾ കുറയെന്ന് പറഞ്ഞ് കാന്താരി മുളക് പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിച്ച് അസിഡിറ്റിയും അൾസറും പൈൽസും ഒക്കെ കൂടിയ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ യുക്തിപരമായിട്ട് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ കാന്താരി മുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സൈസിൻ എന്ന് പറയുന്ന ഒരു ഘടകം മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ടും ഫാറ്റ് ബേൺ ആകാനായിട്ടും സഹായിക്കുന്നതാണ്. ഈ ക്യാപ്സൈസിൻ തെർമോജെനിസിസ് വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് ശരീരം താപം ഉൽപ്പാദിപ്പിച്ച് കലോറിയും കൊഴുപ്പും കത്തിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ക്യാപ്സൈസിൻ വെയിറ്റ് ലോസിന് സഹായിക്കുന്നത് ഭക്ഷണവുമായി സംയോജിച്ച് ചെല്ലുമ്പോൾ മാത്രമാണ്, അല്ലാതെ വെറുതെ ചവച്ചരച്ച് തിന്നാലല്ല. LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതാണ്. ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റും ആണ്. കഫത്തിനെ അലിയിക്കാനും കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈനസ് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുടലിലെ അണുബാധ കുറയ്ക്കാനും ഗ്യാസ്ട്രിക് ജ്യൂസ് ഉത്തേജിപ്പിക്കാനും അതുവഴി ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ അമിതമായാല് അസിഡിറ്റി, അൾസർ, പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഓൾറെഡി ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് അസുഖം കൂടാനായിട്ടും കാരണമാകും. ഈ ക്യാപ്സൈസിൻ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. ഇതിന് ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവെ കപ്പ പോലെയുള്ള പുഴുക്ക് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് കാന്താരി മുളക് വെച്ചിട്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നത്. ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കിട്ടാൻ നല്ലതാണ്. അയൺ അബ്സോർപ്ഷന് സഹായിക്കും. നല്ല ആന്റി ഓക്സിഡന്റ് എഫക്റ്റും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ തോരനും കറികളൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ ചേർക്കാം, അച്ചാറിലൊക്കെ ചേർക്കാം, അതുപോലെ സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ചേർക്കാം. ഇങ്ങനെ ആഹാരവുമായിട്ട് സംയോജിച്ചു പോയാൽ മാത്രമേ ഇതിന് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിന്റെ കൂടുതൽ ഗുണം കിട്ടാനായിട്ട് ഇത് കാന്താരിത്തേൻ ഉണ്ടാക്കി കഴിക്കാം. കാന്താരി മുളക് നന്നായിട്ട് കഴുകി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചെറുതേനിൽ ഇട്ട് വെക്കാം. ഈ ചെറുതേൻ കാന്താരിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ തേൻ ഒഴിക്കേണ്ടത്. ഇത് നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചെടുത്തൊരു 41 ദിവസം മാറ്റി വെക്കാം. ഇതിനുശേഷം ഇതിൽ നിന്ന് ഒരു 5 തുള്ളി തേൻ മാത്രം എടുത്തിട്ട് 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഇതിന് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് കാലത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. കാരണം അല്ലാതെ കാന്താരി എപ്പോഴും നമുക്ക് കുറച്ച് സീസണൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അല്ല എങ്കിൽ കാന്താരി ഒരുപാടുണ്ടെങ്കിൽ ഉണക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.